ഹായ് ഡിയേഴ്സ്, ആയുഷിൻ്റെ കൗൺസിലിംഗ് ഷെഡ്യൂളുകൾ ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അതായത് ആയുഷ് അഡ്മിഷൻ സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റി, അതായത് നമ്മൾ AACCC എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും പേയ്മെന്റും ചോയ്സ് ഫില്ലിങ്ങും എല്ലാം നടത്തേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലാണ്. അപ്പം ഇതിന്റെ കൗൺസിലിംഗ് ഷെഡ്യൂളുകളൊന്നും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് കൗൺസിലിംഗ് ഷെഡ്യൂൾ. അപ്പം ഇതിന്റെ കൗൺസിലിംഗ് ഷെഡ്യൂളുകളൊന്നും നമുക്ക് വിശദമായി നോക്കാം. ഷെഡ്യൂൾ ഫോർ ഓൺലൈൻ കൗൺസിലിംഗ് ഫോർ നീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ളതാണ്. ഗവൺമെന്റ് എയ്ഡഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ സീറ്റുകളിലേക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കേണ്ടത്. ഇവിടെ നോക്കുക, രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെന്റ് ചോയ്സ് ഫില്ലിംഗ് ആണ്. അതിന്റെ ഡേറ്റ് പ്രത്യേകം നോക്കുക. 26 നവംബർ മുതൽ 1 ഡിസംബർ വരെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ നോക്കുക. 26 മുതൽ 1 ഡിസംബർ വരെ ആണ് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ഉണ്ടാവുന്നത്. അതായത് നമുക്ക് 2 ഡിസംബർ 12 മണി വരെ പേയ്മെന്റ് ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആണ്. അപ്പം അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ചോയ്സ് ഫില്ലിങ്ങിന്റെ ലോക്കിംഗ് ഫെസിലിറ്റി ഉള്ളത് നമുക്ക് 2 ഡിസംബർ 10 മണി മുതൽ 5 മണി വരെയാണ് ചോയ്സ് ഫില്ലിംഗ് ലോക്കിംഗ് ടൈം ഉള്ളത്. 2 10 മണി മുതൽ 5 മണി വരെയാണ് നമുക്ക് ലോക്കിംഗ്. ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സിസ്റ്റം ഓൾറെഡി ലോക്ക് ആയിക്കോളും. ഓക്കെ, റിസൾട്ട് പബ്ലിഷ് ആവുന്നത്, നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയുന്നത് ഡിസംബർ 4 അപ്പോൾ റിസൾട്ട് നമുക്ക് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് ആണ്. ഇനി കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് 5 ഡിസംബർ മുതൽ 12 ഡിസംബർ വരെയാണ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ടിന്റെ ഡേറ്റ് വിവരങ്ങളെല്ലാം തന്നെ ഇവിടെ വിശദമായിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് വരുന്നത് 22 ഡിസംബർ മുതൽ 26 ഡിസംബർ വരെയാണ്. അതായത് ഡിസംബർ 22 മുതൽ 26 വരെയാണ്. 1ാം റൗണ്ടിൽ പങ്കെടുക്കാത്തവർക്ക് 2ാം റൗണ്ടിലും പങ്കെടുക്കാവുന്നതാണ്. അവിടെയും ഫ്രഷ് ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ പേയ്മെന്റ് നടത്താവുന്നതാണ്. 27 12 മണി വരെ പേയ്മെന്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പൊ 5 ദിവസം സമയം അതിനുണ്ട്. സെക്കൻഡ് റൗണ്ടിന്റെ ലോക്കിംഗ് ടൈം 27 ഡിസംബർ 10 മണി മുതൽ 5 മണി വരെയാണുള്ളത്. ഓക്കെ, റിസൾട്ട് പബ്ലിഷ് ആവുന്നത് 30 ആണ്, ഡിസംബർ 30. അതിന്റെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം 31 മുതൽ 9 ജനുവരി വരെയാണ്. 10 ദിവസം സമയമാണ്. തേർഡ് റൗണ്ടിന്റെ ഡേറ്റ് 13 ജനുവരി മുതൽ 16 വരെ ജനുവരി വരെയാണ്. ഇതൊരു മോപ്പപ്പ് റൗണ്ട് തന്നെയായിരിക്കും. അതായത് രജിസ്ട്രേഷൻസ് ആൻഡ് പേയ്മെന്റ് ഫെസിലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 17 വരെ പേയ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ലോക്കിംഗ് സിസ്റ്റം ഉള്ളത് 17 10 മണി മുതൽ 5 മണി വരെ ലോക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസുകളൊക്കെ തന്നെ ലോക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റിസൾട്ട് വരുന്ന ദിവസം 20 ജനുവരി 20 ആണ്. റിപ്പോർട്ട് ചെയ്യേണ്ടത് 21 ജനുവരി മുതൽ 30 ജനുവരി വരെയാണ്. ഇതൊരു മോപ്പപ്പ് റൗണ്ട് തന്നെയായിരിക്കും. ഇതാണ് ഒരു ഡേറ്റ് ഡീറ്റെയിൽസുകൾ ഉള്ളത്. നമ്മളത് എന്തൊക്കെയാണ് ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മളത് വീണ്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഡേറ്റുകളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻസ് ഒക്കെ വരാം. അത് നമ്മുടെ ആയുഷിന്റെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ് രജിസ്ട്രേഷൻ പേയ്മെന്റ് ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ആണ്. അതിന്റെ റിപ്പോർട്ടിംഗ് ഡേറ്റും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സ്കീം ഓഫ് ഓൺലൈൻ ഓൾ ഇന്ത്യ കോട്ട കഴിഞ്ഞ വർഷത്തെ സ്കീമാണ് ഉള്ളത്. പുതിയതും ഇതേപോലെ തന്നെ ആയിരിക്കും. ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് വന്നിട്ടില്ല ഈ ഒരു രീതിയിൽ. ഇതിൻ്റെ ആക്ടിവിറ്റീസുകളാണ്. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസുകൾ എന്ന് നോക്കാം.
അപ്പോൾ കൗൺസിലിംഗ് ഷെഡ്യൂൾ പ്രകാരം ആക്ടിവിറ്റീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ കൗൺസിലിംഗിന്റെ രീതികളൊന്നും നമുക്ക് നോക്കാവുന്നതാണ്. അതായത് ഓൺലൈൻ മെഡിക്കൽ കൗൺസിലിംഗ് സ്റ്റാർട്ട്സ് ആസ് പെർ കൗൺസിലിംഗ് ഷെഡ്യൂൾ പ്രകാരം സ്റ്റാർട്ട് ചെയ്യും. അതായത് രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിംഗ്. നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്താൽ എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം. അതിനുശേഷം ലോക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സീറ്റ് അലോട്ട്മെന്റ് കിട്ടും. റൗണ്ട് 1 സീറ്റ് അലോട്ടഡ് ആയാൽ നിങ്ങൾക്ക് ഒന്നുകിൽ യെസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ ആണ്. അപ്പം യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് അലോട്ടഡ് ആയി. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അതേ സീറ്റ്, നിങ്ങൾക്ക് വിചാരിച്ച കോളേജും കോഴ്സുമാണ് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ നിങ്ങൾ സാധാരണ പ്രോസസ് പോലെ അവിടെ നിങ്ങൾക്ക് ബാക്കി തുക പൈസ അടച്ച് ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്തി നിങ്ങൾക്ക് അവിടെ കോളേജിൽ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ ഡോക്യുമെന്റ്സും അന്ന് കോളേജിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സോ കോളേജോ അല്ല ലഭിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഹയർ ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വില്ലിംഗ്നെസ് ഫോർ അപ്ഗ്രഡേഷൻ നൽകാവുന്നതാണ്. അതായത് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് വില്ലിംഗ്നെസ് നൽകി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് യെസ് കൊടുക്കാം. വില്ലിംഗ്നെസ് യെസ് ഓർ നോ കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക്, സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതായത് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഗിവൺ വില്ലിംഗ്നെസ് യെസ് ഫോർ അപ്ഗ്രഡേഷൻ ഓഫ് സെക്കൻഡ് റൗണ്ടിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. നോ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ക്വിറ്റ് ചെയ്ത് പോരാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് യെസ്, നിങ്ങൾ അപ്ഗ്രഡൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തും. ഇനി ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് നോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് റൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പിന്നെ രജിസ്ട്രേഷനോ ഒന്നും നിങ്ങൾ നടത്തേണ്ട. പക്ഷേ നമ്മൾ ചോയ്സ് ഫില്ലിംഗ് നടത്തിയ നിർബന്ധമാണ്. ചോയ്സ് ഫില്ലിംഗ് നമ്മൾ വീണ്ടും നമ്മുടെ സാധാരണ പോലെ ഓപ്ഷൻസുകളൊക്കെ തന്നെ വീണ്ടും നമ്മൾ കൊടുത്ത് അത് ലോക്ക് ചെയ്യുകയും വേണം. അങ്ങനെ നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തുന്നു. ഇത് MCCയുടെ അതേ ഒരു കൗൺസിലിംഗ് രീതി തന്നെയാണ് ആയുഷിന്റെ കൗൺസിലിംഗ് രീതിയും. ഇനി സെക്കൻഡ് റൗണ്ട് നമുക്ക് വിളിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ രജിസ്ട്രേഷൻ, നമ്മൾ ആ ഡേറ്റ് കണ്ടല്ലോ, രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും എല്ലാ സിസ്റ്റവും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക്, ഫസ്റ്റ് റൗണ്ട് രജിസ്റ്റർ ചെയ്തവർക്ക് റൗണ്ട് 2ലേക്ക് നമ്മൾ ചോയ്സ് ഫില്ലിംഗ് മാത്രം നടത്തിയാൽ മതിയാകും. അപ്പോൾ റൗണ്ട് 2ൽ നിങ്ങൾക്ക് സീറ്റ് അലോട്ടഡ് ആവുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ റൗണ്ട് 2ലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. ഇവിടെ നമ്മൾ അപ്ഗ്രഡൈസേഷൻ യെസ് കൊടുത്തവരും ചോയ്സ് ഫില്ലിംഗ് നടക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്തോളണം. എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്തോളണം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്കും യെസ് കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടാത്തവരാണെങ്കിൽ നോ, നിങ്ങൾക്ക് ഇവിടെ നിന്നും സീറ്റൊന്നും അലോട്ടഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻറ്റർ ആവാം. നിങ്ങൾ അടച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ ഫീ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇവിടെ യെസ് കിട്ടിയ കുട്ടികളുണ്ടാവും. നമ്മൾ അലോട്ടഡായി അപ്ഗ്രഡൈസേഷൻ കൊടുത്തു, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. ഫോർഫീച്ചർ ഓഫ് സെക്യൂരിറ്റി വിത്തിൻ 2 days ഓഫ് പബ്ലിഷിംഗ് ഓഫ് റൗണ്ട് 2 റിസൾട്ട്. അപ്പം നിങ്ങൾ അടച്ച തുക നഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് പക്ഷേ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റൗണ്ട് 2 നിന്നും ക്വിറ്റ് ചെയ്ത് പോരാവുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾ കെട്ടിവെച്ച ആ ഒരു രജിസ്ട്രേഷൻ ഫീ മാത്രം നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് റൗണ്ട് 2ൽ നിന്നും എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അല്ലാത്ത കുട്ടികൾ നോർമലായിട്ട് റൗണ്ട് 2ൽ ജോയിൻ ചെയ്ത് സാധാരണ പ്രൊസീജിയേഴ്സ് പോലെ കോളേജിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ പ്രോസസ്സ് അവസാനിപ്പിക്കുന്നതാണ്. ഇനി വേറെ ചില കുട്ടികളുണ്ടാവും റൗണ്ട് 2ൽ നിങ്ങളുടെ സീറ്റൊക്കെ അലോട്ടഡായി നിങ്ങൾ കോളേജിൽ പോയി അലോട്ടഡ് 2 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അവിടെ സീറ്റ് അലോട്ടഡ് ആയിട്ടാണ് പിന്നീട് കാണിക്കുക. അതിനുശേഷം വളരെ വലിയൊരു പ്രശ്നമാണ്, നിങ്ങൾക്ക് വേറൊരു കൗൺസിലിംഗിലും നിങ്ങൾക്ക് പിന്നീട് പങ്കെടുക്കാൻ പറ്റുന്നതല്ല. Candidates join in round 2 All India Quota Counseling will not be allowed to resign or leave the seat. ഒരിക്കലും നിങ്ങൾക്ക് അത് റിസൈൻ ചെയ്യാനോ ലീവ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അപ്പോൾ അതും കൂടി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ അലോട്ടഡ് ആയി അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോളേജാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഫോർഫീച്ചേഴ്സ് സെക്യൂരിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ക്വിറ്റ് ചെയ്ത് പോരാവുന്നതാണ്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയുർവേദ ഹോമിയോ കോഴ്സുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സും ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ നീറ്റ് സ്കോറോ ഓൾ ഇന്ത്യ കോട്ടയിലെ റാങ്കോ ഒന്നും തന്നെ നോക്കണ്ട, നിങ്ങൾക്കൊരു കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. കോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടച്ച പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ കോഴ്സ് കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി ഏതൊക്കെ കോളേജുകൾ കോഴ്സുകൾ നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്നുള്ള ചാർട്ട് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ് നോക്കുക, AACCC.gov.in.
ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.